ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ള ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ചിക്കൻ ഞാൻ ആദ്യം തന്നെ കുക്കറിൽ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 3 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതും വേവിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിതാ ചിക്കന് നല്ല വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആ കുക്കറിൽ തന്നെ ഉരുളൻകിഴങ്ങിട്ട് വേവിക്കാം. 8 കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ 3 ഉരുളൻകിഴങ്ങ് എടുത്തത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിലടിക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അങ്ങനെ 3 വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെന്തോന്ന് നോക്കാം. അപ്പോൾ ഞാനൊന്ന് കുത്തി നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാറ്റി വെച്ച ചിക്കൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. കിഴങ്ങ് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് തോലൊന്ന് പൊളിച്ചെടുക്കാം. ഇനി നമുക്ക് ഉരുളൻകിഴങ്ങ് വേറൊരു പാത്രത്തിലോട്ട് ആക്കിയതിന് ശേഷം അത് നന്നായി ഉടച്ചെടുക്കാം. ഉരുളൻകിഴങ്ങ് നന്നായി ഉടച്ചിട്ടുണ്ട്. ഇനി ഒരു പാന് സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 പച്ചമുളക്, ഒരു 8 വെളുത്തുള്ളി അരിഞ്ഞതും, പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം അരിഞ്ഞതും നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 വലിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നതിനും നമുക്കൊന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നല്ല പിടിക്കുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇടാം. അടുത്ത നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം.
അടുത്ത നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. അത് ആവശ്യത്തിന് നിങ്ങൾക്ക് എടുക്കാം. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം ഉടച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഉരുളൻകിഴങ്ങ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ ഇളക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ടിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അതേ പാനിൽ തന്നെ നമ്മൾ 5-6 ബ്രെഡ് എടുത്ത് റോസ്റ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്രെഡ് എടുത്തിട്ട് നിങ്ങൾ റോസ്റ്റ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ബ്രെഡ് നമുക്ക് വേറൊരു ബൗളിലാക്കി കൊടുക്കാം. ഇനി നമുക്ക് 2 മുട്ട എടുത്ത് പൊട്ടിച്ച് ബീറ്റ് ചെയ്യാം. നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ചേർക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവർ പൗഡറും കൂടി ആഡ് ചെയ്യാം. ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന മിക്സ് റൗണ്ട് ഷേപ്പിൽ മാറ്റിയെടുക്കാം. അങ്ങനെ 8 എണ്ണം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കും. ഞാനിവിടെ അധികം ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല, കുറച്ച് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓയിൽ നന്നായി ചൂടായതിനു ശേഷം അപ്പോൾ നമ്മൾ പരത്തി വെച്ചിട്ടുള്ളത് ഓരോന്നെടുത്ത് മുട്ടയിൽ മുക്കി ബ്രെഡിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായി പൊതിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളുടെ കട്ട്ലേറ്റ് നന്നായി നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നല്ലോണം മുരിഞ്ഞ കട്ട്ലേറ്റ് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാ കട്ട്ലേറ്റും ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വരും വരെ ബൈ.